ഓം നമഃശിവായ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശിവക്ഷേത്രത്തിൽ ഈ പറയുന്ന വഴിപാടുകൾ, അതായത് ശിവന് പ്രിയങ്കരമായിട്ടുള്ള ഈ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷ ദുരിതങ്ങളാണ് നിങ്ങളെ വിട്ടകന്നു പോകുന്നതും നിങ്ങൾക്ക് അതുപോലെ എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് കൂവളത്തില കൊണ്ടുള്ള അർച്ചനയാണ്. ഒരു ഞെട്ടിൽ തന്നെ 3 ഇലകളോട് കൂടിയ കൂവളത്തില ശിവന്റെ 3 നേത്രങ്ങൾക്ക് സമാനമായാണ് കരുതുന്നത്. 7 ദിവസമോ 14 ദിവസമോ 21 ദിവസമോ തുടർച്ചയായി ശിവന് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തിയാൽ ഭയം, ആപത്ത് മുതലായവ നിങ്ങളിൽ നിന്നും അകന്നുപോകും. പ്രദോഷവ്രതം, തിങ്കളാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുകയാണെങ്കിൽ കുടുംബപരമായും ദാമ്പത്യപരമായുമുള്ള ദോഷങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും അകന്നുപോകും. ഐശ്വര്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഇഷ്ടമാംഗല്യം ലഭിക്കുന്നതിനും തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഇതുമൂലം നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടൊഴിയും. അതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്വന്തം ജീവിത പങ്കാളിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങളുടെ ജീവിത പങ്കാളിയാക്കാൻ ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതുമാണ്. ശനിദശയോ 7.5 ശനിയോ കണ്ടകശനിയോ മുതലായവ എന്തെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പതിവായി ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തിയാൽ ദോഷത്തിന് ശമനമുണ്ടാകും, ദോഷശാന്തി ഉണ്ടാകും എന്ന് തന്നെ പറയാം. നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നത് 7.5 ശനി, കണ്ടകശനി, ശനിദശ മുതലായവ കൊണ്ടുള്ള ദോഷങ്ങൾ അകലുന്നതിന് വളരെ ഉത്തമമാണ്. ശ്രീ പരമേശ്വരന് പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് ധാര. ശിവലിംഗത്തിന് മുകളിൽ ഒരു പ്രത്യേക പാത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനെ ധാരാകിരീടം എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് ധാരാദ്രവ്യം ഇടമുറിയാതെ പ്രവഹിച്ച് ശിവലിംഗത്തിൽ പതിക്കുന്നതിനെയാണ് ധാര എന്ന് പറയുന്നത്. ശുദ്ധജലം, കരിക്ക് തുടങ്ങിയവ ധാരയ്ക്ക് ഉപയോഗിക്കുന്നു. ഗംഗ ശിവന്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം. ഈ തത്വത്തെ ആധാരമാക്കിയാണ് ധാര നടത്തുന്നത്. ധാരാതീർത്ഥം ഗംഗാജലമാണെന്നാണ് സങ്കല്പം. ധാര നടത്തി വരുന്ന തീർത്ഥം സേവിക്കുന്നത് ഏറെ ഉത്തമമാണ്. ശിവന്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിനാൽ അത് ശീതീകരിക്കുന്നതിനാണ് ധാര ചെയ്യുന്നത് എന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട്. കുടുംബപരമായി ശിവന്റെ അനുഗ്രഹം ലഭിക്കാത്തവർക്ക് ധാര കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ശിവഭഗവാന് ധാര നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും മനഃശാന്തി ലഭിക്കുകയും മാനസികമായി സന്തോഷം വന്നു ചേരുന്നതിനും ഇടവരുത്തും.